എന്നാൽ റെയ്ഡ് തുടങ്ങിയ ശേഷം ഓരോ പിണറായിയിലും കോഴിക്കോടും ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ട് പോലീസ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് അവിടെ സ്വമേധയാ എത്തുകയാണ് ഉണ്ടായത്. ഈ രണ്ട് സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. പിണറായിലും കോഴിക്കോടും ഉണ്ടാകാത്ത സംഭവം എങ്ങനെയാണ് തിരുവനന്തപുരത്തുണ്ടായത്? ആ പിണറായിലും കോഴിക്കോടും ഒരു സംഘർഷവുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായി. അപ്പം ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPMൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ കുറേ അതിൽ പ്രതികളായിട്ടുള്ള യഥാർത്ഥ ആളുകളുടെ ചിത്രങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ആളുകളെ തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. നിയമം കയ്യിലെടുക്കാൻ ഒരാളിനെയും അനുവദിക്കില്ല. അതിശക്തമായി തന്നെ ഗവൺമെൻറ് അതിനെ നേരിടും. നിയമം കയ്യിലെടുക്കാനും ജനജീവിതം സ്തംഭിപ്പിക്കാനും മണിക്കൂറുകളോളം ജനങ്ങൾക്ക് സ്വൈരജീവിതം അസാധ്യമാക്കാനുമുള്ള നീക്കം അപലപനീയമാണ്. ഇവിടെ പ്രകടനം നടത്തുന്നതിന് നമ്മളാരും എതിരല്ല, പ്രതിഷേധിക്കുന്നതിനെതിരല്ല. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അന്വേഷിക്കാൻ വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക, 3 കാറുകൾ തല്ലി തകർക്കുക, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ നിയമം കയ്യിലെടുക്കാനാണ് CPM തിരുവനന്തപുരത്ത് ശ്രമിച്ചത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇനിയും പ്രതികളെ പിടികൂടാറുണ്ട്, അവരെ പിടികൂടുക തന്നെ ചെയ്യും. അവരുടെ പേരിൽ ശക്തമായ പോലീസ് കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് ക്രമസമാധാനം അല്ലെങ്കിൽ നിയമവാഴ്ച തകർക്കാനുള്ള നീക്കം കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരികയാണ്. ഒന്ന് യൂണിവേഴ്സിറ്റി യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പോഴിവിടെയും ഞാനതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ പോലീസിൻ്റെ കുറ്റം കൊണ്ടല്ലാതെ ഉണ്ടായൊരു സംഭവമാണിതെല്ലാം. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ, രഹസ്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ശരിയായ അർത്ഥത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും കേരള പോലീസ് നൽകിയില്ല. ഇത് കഴിഞ്ഞിട്ടും അവരുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും നൽകി. പക്ഷേ കേരള പോലീസ് സമയോചിതമായ ഇടപെടലുകൾ നടത്തിയത് എല്ലാ സ്ഥലങ്ങളിലും നടത്തി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ആരെയും എത്ര ഉന്നതനാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ആളുകളാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് അവർ തന്നെ മനസ്സിലാക്കണം. 10 ദിവസമായിട്ടുള്ള പുതിയ ഗവൺമെൻറ് വന്നിട്ട് അവിടെ ആ 10 ദിവസം കൊണ്ട് നിയമം കയ്യിലെടുക്കാം, കേരളത്തിൽ കലാപം ഉണ്ടാക്കാം, തിരുവനന്തപുരത്ത് സംഘർഷം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അതിശക്തമായി തന്നെ അതിനെ നേരിടും. ഒരു സംശയം വേണ്ട. പോലീസ് സമയോചിതമായി ഇടപെടൽ നടത്തിയെന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ പോലും പുറത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരു വിഭാഗം മാത്രമായിരുന്നു. അതെ, പോലീസ് കയറി അങ്ങോട്ട് ആരെയും ആക്രമിക്കില്ല. പോലീസ് അക്രമകാരികളെ നിയന്ത്രിക്കാനാണ് പോലീസ്. ഇവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അന്ന് ശക്തമായ നടപടി ഉണ്ടാകും. ഇവിടെ മറ്റ് 2 സ്ഥലത്തും ED ഉദ്യോഗസ്ഥന്മാരെ ആരും ആക്രമിച്ചില്ലല്ലോ, അവരിതുപോലെ പോയല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് തിരുവനന്തപുരത്ത് നടന്നത്. പിണറായിയിലും കോഴിക്കോടും നടക്കാത്ത സംഭവം എങ്ങനെ തിരുവനന്തപുരത്തുണ്ടായി? അപ്പോൾ അതുകൊണ്ട് അതിശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കോഴിക്കോടും കണ്ണൂരിൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും തലസ്ഥാനത്ത് പിണറായി വിജയൻ താമസിക്കുന്നിടത്താണ് ഈ റെയ്ഡ് ഉണ്ടാകുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടെ പ്രവർത്തകർ എണ്ണം കൂടി വരുന്നു. പോലീസിന് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞത്? പോലീസിന് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ലല്ലോ. പക്ഷെ പ്രവർത്തകർ ഒരു മിനിറ്റ്, പോലീസിന് ഇതൊന്നും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നീടാണ് ആളുകൾ കൂടി വരുമ്പോഴനുസരിച്ചിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് കളയാം, അക്രമം നടത്തി കളയാം എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട.
അത് ശക്തമായി തന്നെ നേരിടും. മണിക്കൂറായിട്ടും ഇത്തരത്തിൽ പാർട്ടി ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അതെ. പാർട്ടി ഓഫീസിൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളുമായി ആരെയും സംരക്ഷിക്കാൻ അക്രമകാരികളെ എവിടെ പോയി ഒളിച്ചാലും അക്രമകാരികളെ നിയമം കയ്യിലെടുത്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക പോലീസിന്റെ ചുമതലയാണ്, നിറവേറ്റിയിരിക്കും. സംശയം വേണ്ട കാര്യത്തിൽ ഏത് നേതാവാണെങ്കിലും ശരി അക്രമം നടത്തുകയും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആരാണെങ്കിലും ശക്തമായി തന്നെ നേരിടും. ഒരു കാര്യം കൂടി, ഇഡിക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള